കേളപ്പജി ആധുനിക കേരളത്തിന്റെ പിതാവ്. ഭാരതത്തിന്റെ വീരസന്താനമേ, ആത്മാവില്ലാത്ത അന്ധജനത അങ്ങയെ മറന്നേക്കാം. എന്നാൽ കടലും മലയും കാക്കുന്ന ഈ ഭൂമി കോട്ടയം ശക്തന്റെയും വേലുത്തമ്പിയുടെയും ശിവജിയുടെയും പ്രതാപന്റെയും ചെണ്ടോര കുങ്കുമം അർപ്പിച്ച ഭൂമി അമ്മ അങ്ങയുടെ വീരജാതക്കുറി മറക്കുകയില്ല. എല്ലാം മുക്കുന്ന ലോഭമോഹങ്ങളുടെ മലവെള്ളത്തിൽ ഒലിച്ചുപോകുന്ന മനുഷ്യത്വത്തിന്റെ മരിക്കാത്ത ഹൃദയസ്പന്ദനം അതായിരുന്നു കേളപ്പൻ. ആ പുണ്യഗുരുപാദങ്ങളിലിതാ ഗാന്ധിഭാരതത്തിന്റെ മഹാവീരചകം. മഹാകവി പി കുഞ്ഞിരാമൻ നായർ കേരള ഗാന്ധി കേളപ്പജിയെ അനുസ്മരിച്ചു കുറിച്ച വരികളാണിവ. കാലചക്രം തിരിയുന്നതിനിടയിൽ മാറിയ സാമൂഹിക സാംസ്കാരിക മൂല്യങ്ങൾ മലയാളിയുടെ കണ്ണിൽ നിന്നും കേളപ്പജിയുടെ സ്മരണകളെ മായ്ച്ചു കളഞ്ഞു. എങ്കിലും ഭാരത സ്വാതന്ത്ര്യ സമരത്തിൽ മാത്രമല്ല, മലയാള ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളെല്ലാം ചേർത്ത് ഐക്യകേരളം രൂപീകരിക്കുന്നതിലും സാംസ്കാരിക അധിനിവേശങ്ങളെ കാലേകൂട്ടി കണ്ടു അതിനെതിരെ പോരാടുന്നതിനും മുന്നിൽ നിന്ന കേളപ്പജി ആധുനിക കൈരളിയുടെ പിതാവാണെന്നതിൽ യാതൊരു സംശയവുമില്ല. യൗവനാരംഭത്തിൽ ഒരു യുക്തിവാദിയായിരുന്ന കേളപ്പജിയുടെ ജീവിതം പിൽക്കാലത്തു കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിനായി ഒഴിഞ്ഞുവെക്കപ്പെടുകയായിരുന്നു എന്നതും ആരും അധികം പറയാത്ത ഒരു വസ്തുതയാണ്. കേരളത്തിലെ പ്രമുഖ നവോത്ഥാന നേതാവും സ്വാതന്ത്ര്യ സമരസേനാനിയുമായിരുന്നു കേരള ഗാന്ധി എന്നറിയപ്പെട്ട കെ കേളപ്പൻ. കേരളത്തിലെ പ്രമുഖ ഗാന്ധിയനും സോഷ്യലിസ്റ്റു ചിന്തകനുമായിരുന്നു കെ കേളപ്പൻ. കെ കേളപ്പൻ എന്ന കെ കേളപ്പൻ നായരുടെ ജനനം 1889 ഓഗസ്റ്റ് 24 കോഴിക്കോട് കൊയിലാണ്ടിയിൽ മുച്ചുകുന്ന് എന്ന ഗ്രാമത്തിലായിരുന്നു. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സ്ഥാപകനും കെ കേളപ്പനാണ്. കേളപ്പജി സ്വാതന്ത്ര്യ സമര സേനാനി, സാമൂഹിക പരിഷ്കർത്താവ്, വിദ്യാഭ്യാസ വിചക്ഷണൻ, പത്രപ്രവർത്തകൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹത് വ്യക്തിത്വമാണ്. ഗാന്ധിയൻ ആദർശങ്ങൾ കേരളത്തിൽ ജനകീയമാക്കിയ അദ്ദേഹം ആദരണീയമായ പെരുമാറ്റം കൊണ്ടും സാമൂഹ്യ സന്നദ്ധത കൊണ്ടും കേരള ഗാന്ധി എന്നു വിളിക്കപ്പെട്ടു. കെ കേളപ്പൻ ചങ്ങനാശ്ശേരി സെന്റ് ബർക്കുമാൻസ് സ്കൂളിൽ അധ്യാപകനായി കഴിയുന്ന കാലത്താണ് മന്നത്ത് പത്മനാഭനുമായി പരിചയപ്പെടുന്നത്. ഇതിലൂടെ അദ്ദേഹം നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകാംഗമായി. NSSന്റെ ആദ്യ ജനറൽ സെക്രട്ടറിയായി മന്നത്ത് പത്മനാഭനും ആദ്യ പ്രസിഡന്റായി കെ കേളപ്പനും തിരഞ്ഞെടുക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണം ബഹിഷ്കരിക്കാൻ മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്തപ്പോൾ കേളപ്പൻ തന്റെ ജോലി ഉപേക്ഷിച്ച് തന്റെ ജീവിതം മാതൃരാജ്യത്തിനായി ഒഴിഞ്ഞുവയ്ക്കുവാൻ തീരുമാനിച്ചു. ഒരു വശത്ത് ഭാരതീയ സമൂഹത്തിലെ അനാചാരങ്ങൾക്ക് എതിരെയും മറുവശത്ത് ബ്രിട്ടീഷ് ഭരണത്തിന് എതിരായും അദ്ദേഹം പോരാടി. ഒരു മാതൃകാ സത്യാഗ്രഹിയായിരുന്നു അദ്ദേഹം. ഊർജ്ജസ്വലനായ വിപ്ലവകാരിയും സാമൂഹിക പരിഷ്കർത്താവും അധസ്ഥിതരുടെ നീതിക്കുവേണ്ടി പോരാടിയ പോരാളിയുമായിരുന്നു കേളപ്പൻ. 1921 മാപ്പിള ലഹള എന്നറിയപ്പെടുന്ന മലബാർ ലഹളയുടെ കാലത്ത് ഒരു കൂട്ടം ആളുകൾ പൊന്നാനി ഖജനാവ് കൊള്ളയടിക്കുവാനെത്തി. ഇവരെ അവരുടെ തെറ്റ് പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചേക്കുവാൻ കേളപ്പന് സാധിച്ചു. പയ്യന്നൂരിലെയും കോഴിക്കോട്ടെയും ഉപ്പു സത്യാഗ്രഹങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഗാന്ധിജിയുടെ വ്യക്തിഗത സത്യാഗ്രഹ പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയനായിരുന്നു കേളപ്പൻ. വൈക്കം സത്യാഗ്രഹത്തിൽ അദ്ദേഹം ഒരു പ്രധാന പങ്കുവഹിച്ചു. അതോടനുബന്ധിച്ച് തുടങ്ങിയ കോൺഗ്രസിന്റെ ഐത്തോച്ചാടന കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു കേളപ്പൻ. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ് കേളപ്പനായിരുന്നു. ഒരു വർഷത്തോളം ഗുരുവായൂർ ക്ഷേത്രത്തിനരികിൽ സത്യഗ്രഹികളുടെ ക്യാമ്പ് നടന്നു. AKGയെ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടിട്ടും അഹിംസ കൈവെടിയാതെ സമാധാനപരമായി സത്യഗ്രഹം ചെയ്യാൻ കേളപ്പജിക്കും അനുയായികൾക്കും സാധിച്ചു. ഗാന്ധിജി യർവാദ ജയിലിൽ നിരാഹാരം ആരംഭിച്ച 1931 സെപ്റ്റംബർ 27 അദ്ദേഹത്തോടൊപ്പം കേളപ്പജിയും ഉപവാസം ആരംഭിച്ചു. തുടർന്ന് ഗാന്ധിജിയുടെ അപേക്ഷ പ്രകാരമാണ് ഒക്ടോബർ 2 കേളപ്പജി തന്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചത്. സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗമായി പലതവണ അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അയിത്തം ഉച്ചാടനം ചെയ്യുവാൻ അദ്ദേഹം പരിശ്രമിച്ചു.
ഹരിജനങ്ങളുടെ ഉന്നമനത്തിനായി അദ്ദേഹം പ്രയത്നിച്ചു. കേരളത്തിൽ പല ഹരിജന ഹോസ്റ്റലുകളും വിദ്യാലയങ്ങളും അദ്ദേഹം ആരംഭിച്ചു. സ്വദേശി പ്രസ്ഥാനത്തിന്റെ മുൻപന്തിയിലായിരുന്നു അദ്ദേഹം. ഖാദി, കുടിൽ വ്യവസായങ്ങൾ കേരളത്തിൽ വേരുറപ്പിക്കുന്നതിന് അദ്ദേഹം പരിശ്രമിച്ചു. 1952 പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു വിദ്യാഭ്യാസ വിചക്ഷണനും നല്ലൊരു പത്രലേഖകനുമായിരുന്നു അദ്ദേഹം. മാതൃഭൂമി ദിനപത്രം ആരംഭിച്ചതിൽ അദ്ദേഹത്തിനും പങ്കുണ്ട്. 2 പ്രാവശ്യം 1929 1936 അദ്ദേഹം മാതൃഭൂമിയുടെ പത്രാധിപരായിരുന്നു. 1954 സംദർശിനിയുടെ പത്രാധിപരായും പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യലബ്ധിക്കുശേഷം അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിച്ച് സർവോദയ പ്രസ്ഥാനത്തിൽ ചേർന്നു. കേരള സർവോദയ സംഘം, കേരള ഗാന്ധി സ്മാരകനിധി, കേരള സർവോദയ മണ്ഡലം, കോഴിക്കോട് ഗാന്ധി പീസ് ഫൗണ്ടേഷൻ തുടങ്ങിയ കേരളത്തിലെ മിക്കവാറും എല്ലാ ഗാന്ധിയൻ സംഘടനകളുടെയും അധ്യക്ഷനായി അദ്ദേഹം പ്രവർത്തിച്ചു. ഇതിനുപരി കേരള സംസ്ഥാനത്തിന്റെ രൂപവത്കരണത്തിൽ അദ്ദേഹം ഒരു വലിയ പങ്കുവഹിച്ചു. ഗാന്ധിജിയുടെ ജീവിതവും ആദർശങ്ങളും കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞത് ഒരു വലിയ അളവുവരെ കേളപ്പനിലൂടെയായിരുന്നു. 1971 ഒക്ടോബർ 7 82 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കുകയാണെന്ന് വിമർശനം ഉയർത്തി അതിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ മുൻപന്തിയിൽ നിന്നതും 1968 അങ്ങാടിപ്പുറത്തെ അനാഥമായി കാണപ്പെട്ട ശിവലിംഗത്തെ പുനരുദ്ധരിക്കാൻ മുന്നിട്ടിറങ്ങിയതും വിമർശകർ അദ്ദേഹത്തിനെതിരെ എടുത്തുകാട്ടുന്നു. EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരിന്റെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ക്ഷേത്രപുനർനിർമ്മാണത്തിനായി കേളപ്പൻ സത്യാഗ്രഹം അനുഷ്ഠിക്കുകയും വിജയിക്കുകയും ചെയ്തു. ക്ഷേത്ര നടത്തിപ്പിനായി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി രൂപീകരിച്ചതും കേളപ്പനാണ്. തളി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയ അവസാനിക്കും മുൻപായി 1971 ഒക്ടോബർ 7 അദ്ദേഹം നിര്യാതനായി. തളി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയ അവസാനിക്കും മുൻപായി 1971 ഒക്ടോബർ 7 അദ്ദേഹം ഇഹലോക ജീവിതം വെടിഞ്ഞു. ശക്തമായ കാൽവയ്പുകളോടെ കടന്നുപോയ മഹാനായ ആ നവോത്ഥാന നായകന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണമിക്കാം.